ഇപ്പൊ അടുത്തത് ഏത് വണ്ടിയായിരിക്കും എടുക്കാനായിട്ട് പോണേ? ബക്കറ്റ് ലിസ്റ്റ് ഒരുപാട് വണ്ടികളുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡ്രീം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് റോവർ ഒക്കെ തന്നെയാണ്. ഡ്രീം സെയിം പിച്ച്. ഞാൻ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല എൻ്റെ ഡ്രീം കാർ എന്ന് പറഞ്ഞത്. എനിക്കും റേഞ്ച് റോവർ എടുക്കണമെന്നാണ് എൻ്റെ ഡ്രീം. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, ഒന്നില്ലെങ്കിൽ പോർഷെ എടുക്കണം, അല്ലെങ്കിൽ GT എടുക്കണം, അങ്ങനെയൊക്കെ എനിക്ക് ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. പക്ഷെ എനിക്ക് അതിനോടൊക്കെ കൂടുതലും എനിക്ക് ഇത് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒന്നില്ലെങ്കിൽ ഒരു പഴയതാണെങ്കിലും കുഴപ്പമില്ല, പുതിയതാണ്. പക്ഷെ എനിക്ക് കൂടുതലും പഴയ വണ്ടികളോട് ഭയങ്കര ക്രേസാണ് എനിക്ക്. അപ്പം അതുകൊണ്ടിട്ട് അയ്യോ സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഡ്രീം കാർ എന്ന് പറഞ്ഞപ്പോ ഞാനോടത്ത് വേറെ വല്ല വണ്ടി ആയിരിക്കും, മസ്താങ് ഒക്കെ ആയിരിക്കും ഞാൻ വിചാരിച്ചു. ആ കാറിന്റെ അകത്ത് വെച്ചിട്ടുണ്ടല്ലോ ഓപ്ഷനാണ്. ഓക്കെ, മസ്താങ് ചെറിയ വണ്ടിയല്ല, പക്ഷെ മസ്താങ് എനിക്ക് ഫസ്റ്റ് നമ്മൾ പറയുന്ന ഒരു വണ്ടി ഉണ്ടാവില്ല. ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും നാൾ ഞാൻ ഒരുപാട് വണ്ടി പ്രേമികളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതുവരെ ഒരാൾ പോലും ആൻസർ പറഞ്ഞിട്ടില്ല എനിക്ക് റേഞ്ച് റോവർ എടുക്കണമെന്നുള്ളത്. ഇന്നൊരാൾ പറഞ്ഞു. ഇത്രയും നാൾ ഞാൻ വ്ളോഗ് ലൈഫിൽ ഞാൻ വന്നിട്ട് അതുപോലെ തന്നെ വണ്ടി കച്ചവടത്തിലേക്ക് വന്നതിന് ശേഷം കുറേ ആളുകളോട് നമ്മൾ ചോദിക്കും, കാണുന്നവരോട്, നിങ്ങൾക്ക് ഒരു ഡ്രീം കാർ ഉണ്ടാവില്ല, ഏതെടുക്കും? ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ഞാൻ കേട്ടേക്കുന്നത് പോർഷെ എടുക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മസ്താങ്, അങ്ങനെയുള്ള വണ്ടികൾ, അല്ലെങ്കിൽ ഔഡി, BMW അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കണമെന്നാണ് കൂടുതൽ ആൾ പറഞ്ഞു കേട്ടേക്കണം. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഒരാൾ റേഞ്ച് റോവർ എടുക്കണമെന്നുള്ളത് എൻ്റെ അടുത്ത് പറയണം. അതും എൻ്റെ ഡ്രീം കാർ തന്നെ പറഞ്ഞിരിക്കുന്നു. ഓ സെറ്റപ്പ്. ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. കൊള്ളാം എന്തായാലും. അത് എങ്ങനെ പുതിയ മോഡലാണോ അല്ലെങ്കിൽ പഴയ മോഡലാണോ? പഴയ മോഡൽ റേഞ്ച് റോവർ അല്ലേ? അതെ, എനിക്ക് അത് തന്നെ കാര്യം. ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടി നമ്മൾ അന്നത്തെ കാലത്ത് നമ്മുടെ സ്വപ്നമായിരുന്നു. അതെ അതെ, നമ്മുടെ ഈ ലൈഫിൽ ജീവിച്ചതിന്റെ ഇടയ്ക്ക് എപ്പോഴോ കണ്ട സ്വപ്നമാണ് എന്റെ മൈൻഡിൽ കയറിയത്. അത് എനിക്ക് ആ വണ്ടി എന്നെ കിട്ടിയാൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇപ്പൊ അതിന്റെ പുതിയ വണ്ടി കിട്ടും ഞാൻ എന്തെങ്കിലും എടുക്കും. ഈ പറഞ്ഞ സ്കീം ഇനിയിപ്പോ ഇത് അതൊക്കെ എടുക്കണമെങ്കിൽ മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ നല്ല ചിലവുള്ള കേസാണ്. പക്ഷെ അത് നമ്മൾ അച്ചീവ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഈ ക്യാമറയും കൊണ്ട് നടന്ന് ഇങ്ങനെ പരിപാടി നടക്കുമെന്ന്. പക്ഷെ ഇതല്ല എന്റെ മെയിൻ പരിപാടി. ശരിക്കും എന്താണ് പരിപാടി? എന്താണ്? ആക്ച്വലി ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ആയിരുന്നു. അതായത് നമ്മള് സോഫ്റ്റ്വെയർ ഗെയിംസ് അതിന്റെ ഐഡിയാസ് മാത്രം ഡെവലപ്പ് ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഈ സാധനം നമ്മൾ ഈ ഐഡിയ നമ്മൾ കൊണ്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അവിടുന്ന് ആ കമ്പനിയിൽ നിന്ന് ലീക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മൾ നൈസായിട്ട് തേച്ചിട്ട് അവരത് കൊണ്ടുപോകുന്ന പരിപാടി ചെയ്യും. പിന്നെ നൈസായിട്ട് പരിപാടിയൊക്കെ നിർത്തിയത്. അപ്പം ഞാൻ പിന്നീടുള്ള എൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അതിന്റെ പുറകെയുള്ള കുറെ കഥകളുണ്ട്. അത് തുടങ്ങാൻ വേണ്ടിട്ട് വേറെ ബിസിനസ് തുടങ്ങിയത്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. ഈ എന്താണ് ആക്ച്വലി ഒരു വണ്ടിപ്രാന്തിലേക്ക് എങ്ങനെയാണ് അപ്പോ എത്തുന്നത്? വണ്ടിപ്രാന്ത് എനിക്ക് ചെറുപ്പം തൊട്ട് വണ്ടി ഭയങ്കര ക്രേസ് ആണ്. ഞാൻ ആക്ച്വലി ഡ്രൈവിംഗ് പഠിച്ച ഒറ്റ ദിവസം, നിങ്ങൾ വിശ്വസിക്കില്ല, ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച ഒറ്റ ദിവസം കൊണ്ടാണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കാറില്ല. അല്ല, കാർ ഓടിക്കാൻ പഠിച്ചു. നമ്മുടെ മൈൻഡിൽ മൊത്തം മൊത്തം ഉണ്ട്. അപ്പം ഒരു ദിവസം ഫാദർ ഇതുപോലെ വണ്ടി വാടകയ്ക്ക് എടുത്ത്, പുള്ളി 2 ദിവസത്തേക്ക് എടുത്തായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് കിട്ടി. ഞാൻ ഉച്ച കഴിഞ്ഞ് തന്നെ ഗ്രൗണ്ടിൽ കൂടെ കുറച്ച് ഉരുട്ടി. അതിന് ശേഷം ടൗണിലേക്ക് തന്നെ അങ്ങ് പോയി. പിന്നെ തിരിച്ച് വീട്ടിൽ നിന്ന് പറയുന്ന ആൾക്കാർ അന്വേഷിച്ച് വന്നു. അത് വേറൊരു കഥ. പക്ഷെ ഞാൻ തന്നെ അവിടെ പോയി തിരിച്ചു പോകുമ്പോഴത്തേക്കും അത് എനിക്ക് വണ്ടിയുടെ അത്ര ക്രേസ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം, ഈ പറഞ്ഞ ക്യാമറ അതിന്റെ കാര്യങ്ങളെല്ലാം എടുത്തതും ഇതുപോലുള്ള വണ്ടികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിയാണ് നേരെ വണ്ടിപ്രാന്തിലേക്ക് കൊണ്ടുവന്നത് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഈ പറഞ്ഞാൽ വണ്ടിപ്രാന്താണ്. നമുക്ക് ഈ വണ്ടി എടുക്കണമെങ്കിൽ അതുപോലത്തെ നമുക്ക് ഏതെങ്കിലും ചെറിയൊരു ജോലി കൊണ്ടൊന്നും നമുക്ക് പറ്റില്ല എന്നുള്ള ധാരണയുടെ പുറത്താണ് ഇങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് നൈസായിട്ട് ചാടി. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തായിരുന്നു സോഫ്റ്റ്വെയറിന്റെ കാര്യം. നമുക്ക് പൊടി കിട്ടിയോണ്ട് നമ്മൾ അതൊക്കെ ചവിട്ടിയതാണ്. ഇപ്പൊ ഈ പറഞ്ഞത് 10-15 ലക്ഷം രൂപ സാധനം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത്രയും പൈസ വേണ്ടായിരുന്നു. ഒരു 5 ലക്ഷം രൂപ എടുത്ത് ഈ പറഞ്ഞ നമ്മളൊരു ജിപ്സി ഇറക്കി. പക്ഷെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വേണം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലൈഫിന്റെ ഒരു കാര്യങ്ങൾ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇപ്പൊ റേഞ്ച് റോവറിലേക്കാണ് ഇനി തിരിയാനായിട്ട് പോകുന്നത്. പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് റേഞ്ച് റോവർ അത് ഒത്തിരി ടൈം ഒക്കെ എടുക്കും. അത് റെഡിയാക്കാൻ പറ്റും, അന്ന് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റും. കാരണം നിങ്ങളിപ്പോ ഗൂഗിൾ പേ യൂസ് ചെയ്യണല്ലേ? 2012 ഐഡിയ ആയിട്ട് ഞാൻ ഈ കേരളം മുഴുവൻ വട്ടം നൂലായിട്ട് നടന്ന അതറിയാം. ഗൂഗിൾ പേയുടെ ഐഡിയ ആയിട്ട്. ഗൂഗിൾ പേ അന്ന് 2 ഡിവൈസ് ആയിരുന്നു. ഈ 2 ഡിവൈസുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ GSM ബോർഡുകൾ ഇട്ടിട്ട് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനറിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ട്രാൻസ്ഫർ ചെയ്യാം. അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കള്ളനോട്ടുണ്ടായിരുന്നു, കള്ളപ്പണം ഉണ്ടായിരുന്നു. ഇതിന് തടയാൻ വേണ്ടിയിട്ട് ബാങ്ക് ത്രൂ ചെയ്തിട്ടൊരു ഡിവൈസ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത്. മൊബൈലിന് പകരം ഒരു ഡിവൈസ് ഉണ്ടായിരുന്നു. ആ ഡിവൈസ് നമുക്ക് പറഞ്ഞെങ്കിൽ ഇന്ന് മുട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇതുണ്ടായിരുന്നു, മറ്റേ ആ സിഗ്നൽസ് ട്രാൻസ്ഫർ ചെയ്യുന്ന വഴി നമുക്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന സംഭവം. കാരണം GSM ഒഴിവുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ IR വെച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്.
പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സെറ്റപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഞാൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് മനസ്സിലായി. കാരണം ഈ കള്ളപ്പണം അറിയാന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരാൾ മാത്രം തീരുമാനിച്ചിട്ട്, പക്ഷെ അത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഗൂഗിൾ പേയുടെ ഐഡിയ അല്ലായിരുന്നു. പക്ഷേ ആ ഐഡിയ പിന്നീട് ഗൂഗിൾ ടെസ്റ്റിലേക്ക് വളർത്തണം. പിന്നീട് ഞാൻ 2017 ടെസ്റ്റ് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇതിപ്പോൾ നമ്മൾ വണ്ടിക്ക് ഇതുപോലെ വണ്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു പ്രശ്നമാണ് ഈ ഉറങ്ങിപ്പോയിട്ട് ആക്സിഡൻ്റ് ആവുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ 4x4 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ 2 സാധനം ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പേറ്റൻ്റ് അങ്ങനെ വേണ്ടിയിട്ടല്ല, അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ണ് അടഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ, വണ്ടി ഓടിച്ചു പോകും, ആ സമയം ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ ചിലവിൽ നമ്മുടെ സീറ്റിനകത്തൊരു സംഭവം സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ണിൻ്റെ റെറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അടഞ്ഞു പോകുന്ന സമയത്ത് തന്നെ ഡിക്റ്റേറ്റ് ചെയ്തിട്ട് അലാറം അടിക്കും. പ്ലസ് നമ്മുടെ സീറ്റിൽ ഒരു പ്രസ്സിങ് വരും. ആ പ്രസ്സിങ് അടിക്കുന്ന സമയത്ത് നമ്മുടെ മേത്ത് തട്ടി വിളിക്കുന്ന പോലെ അടിച്ചു പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് വന്നു, അഡാസൊക്കെ വന്നു. പക്ഷെ നമ്മൾ അതിന് മുമ്പ് സെറ്റ് ചെയ്ത് വെച്ചൊരു സംഭവമാണ് ഇതുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. അങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ ഇത് ഫോർ വീൽ നമ്മൾ മഹീന്ദ്ര 4x4 ഒക്കെ അതും പെട്ടുപോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അതിനെങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാമെന്നുള്ളതിനൊക്കെ സംഭവങ്ങളൊക്കെ. അത് നമ്മൾ ഈ വിഞ്ചൊക്കെ യൂസ് ചെയ്തിട്ട്, വിഞ്ചിൻ്റെ ആ മെഷീൻ അറിയാലോ, അത് യൂസ് ചെയ്തിട്ട് 2 സൈഡിലും വെച്ചിട്ട് നമുക്കൊരു ഈ പറഞ്ഞ പോലെ ചെയിൻ ബ്ലോക്ക് പോലെ നമുക്ക് പുഷ് ചെയ്ത് താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് വണ്ടി മുകളിലേക്ക് വലിച്ചുകൊണ്ട് വരാൻ പറ്റും. പക്ഷേ ടയർ പിടിക്കാത്തടത്ത് ചെയിൻ പിടിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് മടക്കി കയറ്റി വയ്ക്കും. ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ എവിടെയെങ്കിലും സ്ലഷിലൊക്കെ താന്നു പോകണമെങ്കിൽ ഈ ചെയിൻ ബ്ലോക്ക് 2 താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കയറി വരും. അതിന് വേണ്ടി നമുക്ക് 2 സൈഡിൽ കംപ്രസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമെന്നുള്ളൂ. പക്ഷേ ഇതൊരു ഭയങ്കര സംഭവമാണ്, എവിടെ വിട്ടുപോയില്ല. ഏത് ടയർ പിടിക്കാത്തടത്തും ചെയിൻ ബ്ലോക്ക് വെച്ച് കയറി പോരാൻ പറ്റും. അനന്തവൈദ്യക്ക് കൊടുക്കാൻ വേണ്ടി ഒരു സംഭവമാണ്. പക്ഷേ അങ്ങനെയൊക്കെ നമ്മള് എനിക്ക് തോന്നുന്നു അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉള്ളത് നല്ലതല്ലേ. ഇപ്പൊ നമ്മൾ അത് വേറെ ആരും ആക്സെപ്റ്റ് ചെയ്തില്ല. ലംബോർഗിനി ഇപ്പം കളർ പറഞ്ഞ കാര്യം പറഞ്ഞില്ലേ, ഇതേപോലെ 2012 നമ്മുടെ മാർക്കറ്റിൽ LED ഡിസ്പ്ലേ വെച്ചിട്ട് നമ്മൾ വണ്ടികളെല്ലാം സെറ്റ് ചെയ്തു. TFT ഡിസ്പ്ലേ അല്ലെങ്കിൽ അതിൽ നമ്മൾ ഈ പവർഫുൾ ആയിട്ടുള്ള ഗ്ലാസ് കോട്ടിങ് വെച്ചിട്ട് ഏറ്റവും കളർ മാറുന്ന കാറിനെ കുറിച്ചുള്ള ആശയം. ഇത് നമ്മൾ പറഞ്ഞപ്പോൾ ഒരിക്കലും ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരില്ല. കാരണം ഇപ്പോൾ റെഡ് ആണെങ്കിൽ നമുക്ക് റെഡ് കൊടുക്കാം, ലൈൻസ് വേണമെങ്കിൽ ലൈൻസ് കൊടുക്കാം, ഗ്രാഫിക്സ് വേണമെങ്കിൽ ഗ്രാഫിക്സ് കൊടുക്കാം. ഒരു വണ്ടികളിൽ നമ്മുടെ സ്വപ്ന വണ്ടി നമ്മൾ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കളർ 7 ദിവസം 7 കളറിൽ പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇത് ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ത്യ നടക്കില്ല, അത് അന്നേരം അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളീനെ പോലെ തന്നെ ഭയങ്കര എന്താ പറയാ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ ചേട്ടനെ വിളിക്കുമായിരിക്കും. എനിക്ക് വേണ്ടി സോഫ്റ്റ്വെയറിന്റെ നമ്മളെ ഇനിയൊരു സംഭവം കിടക്കണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ ആ ഡാമിന്റെ സംഭവമാണ്. ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ഡാമിന്റെ സംഭവമാണ് ഇത്. നമ്മൾ ഈ നിലവിൽ ഒരുപാട് രീതിയിൽ പവർ ഉണ്ടാക്കുന്നുണ്ട്, കറണ്ട്. ഇനിയിപ്പോൾ നിലവിൽ ഉപയോഗിക്കാത്ത രീതിയിൽ ഒരു സംഭവം, ഇത് കടലുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ടൈഡൽ എനർജി അല്ല പറഞ്ഞ വേറെ സെറ്റപ്പിൽ നമുക്ക് പവർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഒരു സംഭവം അതിൽ ഏതെങ്കിലും സംഭവം സാധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റേഞ്ചർ റോവർ ആദ്യം തന്നെ ഞാൻ അതായിരിക്കും എടുക്കാൻ പോണത്. ഇത്രയും കഥകൾ പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ട് നിർത്തിയത് വീണ്ടും അവിടെ തന്നെ റേഞ്ച് റോവർ എടുക്കാം. ഇത് എന്റെ ഈ ആഗ്രഹങ്ങളാണ്. അതെ, മനസ്സിലായി. ചെറിയ ജോലിയൊക്കെ ആയിട്ട് പോയാൽ മതിയായിരുന്നു. ചെറിയ ജോലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇത് എടുക്കണമെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട്. അതെ, സത്യം. അല്ല, കൂടുതലും കണ്ടേക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബിസിനസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്യാഷ് ഉള്ള ആളുകളാണ് കൂടുതലും. പക്ഷെ നമ്മൾ തിരുത്തണം. അതെ, സത്യം. അത് നമ്മൾ തിരുത്തണം. ഇനിയിപ്പോ ഈ സ്കോഡ മാത്രല്ലാതെ വേറെ ഏത് വണ്ടി ഇപ്പൊ കറന്റ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്? നിലവില് സ്കോഡ മാത്രമേ ഉള്ളൂ. ഓക്കെ. വീട്ടിലെ യൂസിനും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതിപ്പോ കുറെ കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നില്ലേ? അപ്പോ എന്താണ് വീട്ടിൽ നിന്നുള്ള എന്താണ് അഭിപ്രായങ്ങൾ? എങ്ങനെ വീട്ടിലുള്ളവരുടെ? ഇപ്പം ഞാനും വൈഫും അവർക്ക് വലിയ കുഴപ്പമില്ല. അത് കൊള്ളാം. എന്തായാലും എന്നാലും ഇങ്ങനെ ഒരു എന്താണ് വണ്ടിയിൽ ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ആ ഒരു സൗണ്ടും കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും അവർക്കാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ്? ആക്ച്വലി അത് അതിന്റെ ഓവർ സൗണ്ടിന്റെ അല്ല, അതൊരു ഫീലാണ്. വണ്ടിയുടെ എന്താണെന്നുള്ള ഒരു റോ സൗണ്ടാണ് അത്. അതെ അതെ. അല്ല, അത് വെച്ചിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? നിലവിൽ അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. അത് നമുക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് അതിന്റെ ഒരു ഫീല് മനസ്സിലാവുന്നതാണ്. അതെ അതെ അതെ.